ആണോ? അതൊക്കെ കൊണ്ട് എടുത്താളി എടുക്കണം. അതെല്ലാം വലിച്ച തേങ്ങ വിറ്റോ. കുറച്ച പറമ്പും കണ്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ അങ്ങനെ. മുന്നേറ്റ പണ്ടേ പണയം വെച്ചെന്റെ പലിശ അടച്ചു വന്നതാണ്. 42,000 ഉറുപ്പ്യ. 3 മാസം കൂടുമ്പോ മുന്നേറ്റ അടക്കണ്ടേ? 6 മാസം കൂടുമ്പോ. എന്നിട്ട് 40 തേങ്ങ 100 തേങ്ങ ഉണ്ടോ മുന്നേറ്റ അവിടെ? ഞങ്ങള് വിക്കലൊന്നും കേട്ടോ. എന്നിട്ട് എന്നോട് അറിയണം. ഞാൻ അതിങ്ങോട്ട് എടുത്താഞ്ഞൂടെന്ന് വെച്ചോ പറയാം, തേങ്ങ വിറ്റോന്ന്. നമ്മുടെ രക്ഷ ബേബി ഡിഗ്രി എന്താ കത്തുന്ന 2 എന്താ ബാക്കി ഇപ്പൊ ഇത്? നമ്മളെ മുന്നേറ്റ പാൽക്കപ്പയും ചപ്പാത്തി എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കണതൊക്കെ വീഡിയോ ഇട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് അതിലേക്ക് ഗാലറിയിലേക്ക് ആവുന്നതിന് മുന്നേ മറ്റേ ഡിലീറ്റ് ആക്കി. അപ്പൊ നോക്കുമ്പോ എല്ലാം ഡിലീറ്റ് ആയിപ്പോയി, കഷ്ടായിപ്പോയി. അപ്പൊ ഞാൻ ജനിച്ച് വന്നിട്ട് ഞാൻ ചില ഉണ്ണിയേട്ടൻ കഴിക്കുന്നുണ്ട്, അതെങ്കിലും ഒന്ന് എടുക്കാൻ. എങ്ങനെയുണ്ട് ഉണ്ണിയേട്ടാ? രസമുണ്ടാവും. ഉണ്ണിയേട്ടന് പൊതുവെ പൂളിയൊന്നും ഇഷ്ടമല്ല, കപ്പയും പൂളിയും ഇഷ്ടമല്ല. ചെല്ലോടത്തിലേക്ക് പൂള പറയും, നമ്മളവിടെ പൂള പറയും, കപ്പ പറയും. അങ്ങനെ രണ്ടും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അതാണ് പിന്നീട് ഞാൻ നേരത്തെ പാൽക്കപ്പ പറഞ്ഞത്, അപ്പൊ പൂള പറഞ്ഞതിന് പരിഹരിച്ച അങ്ങക്ക് മനസ്സിലായില്ലല്ലോ. രണ്ടും നാട്ടിന് ആപത്താണ്. എന്ന് വെച്ചാല് പൂള നല്ലതല്ല. ഞാൻ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ പൂള കൊണ്ടുവന്ന ഇതേ ഇല്ല, അത് ഗ്യാസാണ്, വയ്യാതെയാവും ഇതൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് പൂള ഇഷ്ടം. രക്ഷ ബേബി എന്താ പണി? എന്താ പണി? എന്താണ് അവർക്ക് പണി? നീ പപ്പാനാ നോക്കിയിരിക്ക. രാത്രി ഉണ്ണേട്ട ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞാല് ലോട്ടറിയോ ഇതന്നെ അടിച്ചേ? ആ തലക്കെട്ട് ഇട്ടിയോണോ? ഓൻ ആൾക്കാർ ഇട്ടതാ അതൊക്കെ? അയ്യോ, എത്ര ഉണ്ണേട്ടാ? 12 കോടി അടിച്ചത്ര. ഐറ്റിങ്ങളൊരു ഭാഗ്യല്ലേ എന്നിട്ടാ. നിങ്ങള് ലോട്ടറി എടുത്തിട്ട് എന്താ മുമ്പ് കടിക്കാത്ത? ഉണ്ണേട്ടാ ആ എഴുതുണ്ട ലോട്ടറി ഇല്ല, നമ്മൾ ഫോൺ ടിവിയിലൊക്കെ കണ്ട അത് വരെ എടുക്കുന്ന ആളാ. എന്നിട്ട് പറയും ഞാൻ അടിക്കലില്ലാന്ന് അറിയുന്നല്ല നല്ലത് ഉണ്ണേട്ടാ. അപ്പൊ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞാലും ഉണ്ണേട്ടാ. എന്റെ ശല്യം അങ്ങോട്ട് കഴിഞ്ഞു വെച്ചിട്ടാ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗിൽ നമ്മള് ഫസ്റ്റ് തന്നെ നമ്മൾ കാട്ടുന്നത് എന്താ വെച്ചാല് നമ്മളെ കറി വെക്കാനുള്ളതാണ്. ഇന്ന് നമ്മള് എനിക്കിഷ്ടമുള്ള കറി കേട്ടോ. അത് നമ്മൾ ഇല അങ്ങോട്ടിട്ട് ഉള്ളി, കിഴങ്ങ്, തക്കാളി നമ്മളിത് ഇന്ന് കറി വെക്കാൻ പോവാണ്. നമുക്ക് രാവിലത്തെ ചപ്പാത്തിക്കും നമുക്ക് ചോറിനും കൂടിയാണ് നമ്മളെ ഈ കറി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? തക്കാളി തന്നെ ആദ്യം കിടക്കട്ടെ. എല്ലാവരും അവസാനം ഇടുന്നത് ആദ്യം. ഒരു വലിയ തക്കാളി കേട്ടോ, 2 സവാള കേട്ടോ, 2 സവാള, 3 കിഴങ്ങ് കുറച്ചുണ്ടായിക്കോട്ടെ. കിഴങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് ഒന്നും കണ്ടുപിടിക്കാം. നമുക്ക് പച്ചമുളക് ഇടണമെന്നല്ല. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഇതൊക്കെ വേണം കിടക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് ചേർത്തിയ ഗരം മസാല. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ മസാല, നമ്മളെ പൊടി കുഴച്ച് വെച്ചത്. ഇനി നമ്മളെ ഉപ്പും പൊടി. ഇനി നമുക്ക് നമ്മളെ വെള്ളം മതി. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കി നമ്മളെ തക്കാളിക്ക് മേലെ വന്നല്ലോ. ഇനി നമുക്കിത് മൂടിക്കൊടുക്കാം. ഓക്കെ, ഇനി വന്നതിന് ശേഷം കേട്ടോ നമുക്ക് തേങ്ങ ഈ ദോശക്കല്ലിലിട്ട് വറക്കാം. പെട്ടെന്ന് വറവാവട്ടോ. ദോശക്കല്ലിലിട്ടാൽ പരന്നിട്ടാവുമല്ലോ. ഇതൊക്കെയാണ് എൻ്റെ കണ്ടുപിടുത്തം. മലർവേടനം പെയ്ത വർണ്ണമയിലേ മാറി സ്വരമേ
എനിക്കു പിടയുന്ന സ്വർണ്ണമയിലേ. എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഡിറ്റ് ആവുന്നതിൻ്റെ മുന്നേ ഡിലീറ്റ് ആക്കിയിട്ട് ഇന്നലെ ഞാൻ കപ്പ എന്താണ് നമ്മളെ പാൽക്കപ്പ കഴിക്കുന്നതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി കുട്ടികളെ. നല്ല കോമഡി ഒക്കെ പറഞ്ഞു. കഷ്ടമായി, എനിക്ക് സങ്കടമായിപ്പോയിട്ടോ. നമ്മൾ തേങ്ങ വറവായിട്ടോ ഇനി കഴിഞ്ഞു. നമ്മൾ തേങ്ങ വറുത്തരച്ചത് ഇവിടെ റെഡി. നമ്മൾ കറി തുള്ളി വരുമ്പോഴത്തേ നമുക്ക് ചപ്പിട്ട് കൊടുത്തു. ഓക്കെ, നമുക്ക് കറി വറവിടാം. നമുക്ക് തുള്ളി കടുകിടാം മര്യാദ. ഇനി നമ്മൾ കടുക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു തുള്ളി 2 ചുള വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളിൻ്റെ വൈ തന്നെ നമ്മൾ ചെറിയ വെക്കും. അതിൻ്റെ വൈ തന്നെ 4 കറി വെക്കുക. ചപ്പാത്തി നമ്മൾ വറവൊക്കെ ഇവിടെ റെഡിയായി. അത് ഗ്യാസ് ഓഫാക്കി അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി. അങ്ങനെ നമ്മൾ കറിക്ക് ഇവിടെ ആയിട്ടോ. നമ്മളെ ചോറിനും കൂടിയുള്ള കറിയാണ്. എന്നിട്ട് ഉണ്ണിയാട്ടിന് കൊണ്ടുവെക്കുമ്പോൾ പറയുന്ന കേട്ടോ. വറുത്തരച്ച കറിയൊന്നും ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ. നമുക്ക് ഉണ്ണിയാട്ടിന് കൊണ്ടുകൊടുത്താലോ? ഒന്ന് പറയല പറയുന്നുണ്ടോ? പറയണേ. നമ്മൾ അമ്മായിക്ക് കൊടുത്താലോ? അല്ല, എക്സ്ട്രാ ബേബിക്ക് എന്താ വേണ്ടേ? നമ്മൾ ചപ്പാത്തി ചൂടാൽ കഴിഞ്ഞ് അമ്മായിക്ക് ഉണ്ണിയാറിന് കൊടുത്ത് പൊടി കുഴച്ചത് ഞാൻ അടുത്തേക്കാണ്. നമ്മൾ ചപ്പാത്തി ഒന്നും ചുട്ടി നമുക്ക് വേണ്ട. രാവിലത്തെ കാണാം. നോ ബടി. ഇത് ഡെക്സാ ബേബിക്ക്. ഡെക്സാ ബേബിൻ്റെ പ്ലേറ്റിൽ വെച്ചാൽ ഇത് അമ്മായി മുറിച്ച് കൊടുത്തോളാം. അപ്പം നമ്മളെ വെള്ളം അങ്ങനെ തിളക്കേണ്ട അരി കേട്ടോ. കുറച്ച് പേരുണ്ട് അരിയിലിട്ടിട്ട് ബേബി ഇങ്ങനെ നേരിട്ട് കാണാം. നമ്മൾ ഉച്ചത്തേക്കുള്ള കറി ഇവിടെ ഓക്കെ സെറ്റ്. നമ്മൾ രാവിലത്തെ പണി ഇങ്ങോട്ട് കഴിയുമ്പത്തേനുണ്ടല്ലോ, കണ്ടില്ല ഞാൻ ഇങ്ങനെ ഒക്കെ അലങ്കോലപ്പെടുത്തിയിടും. നമ്മൾ ചോറ് തിളച്ച് നമ്മൾ ഉപ്പേരിയൊന്നും വെക്കൂല ഗൈസ്. നമ്മൾ കൊല്ലത്തിൽ 4 അത് വൈറ്റ് വാഷ് ചെയ്യുന്ന ചുമരാണ്. എന്നിട്ടും കണ്ടില്ല, കൊല്ലത്തിൽ ഉത്സവമാകുമ്പോൾ ഒരു അടിക്കും. പിന്നെ ബാക്കിയുള്ള ഞാൻ അങ്ങനെ ഇവിടെ ടച്ചപ്പ് ചെയ്യും. എന്നിട്ടും ചുമര് കയറി വരും. അപ്പം നമ്മളിന്ന് മട്ടേരിയല്ലാണ്ട് നമ്മൾ സാധാ അരിയാനിട്ട് എല്ലാം തിളക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ പപ്പടം പൊരിക്കും, മോരാക്കും, വേറെ ഒന്നുമില്ല. പേരിയാക്കിയിട്ട് ഞാൻ തന്നെ തിന്നെ, എനിക്ക് വേണ്ട പേര്. എൻ്റെ സ്വർണ്ണേച്ചി തേങ്ങ പൊടിച്ചങ്ങാണ്ട് ഇവിടെ കൊണ്ടുവച്ചത് ഞാൻ എടുത്തേക്കണം. എൻ്റെ കൈ കൂടിയാലേ ഇത് എടുത്തേക്കുള്ളൂ. എൻ്റെ അമ്മായി കണ്ടാലൊന്നും അത് എടുത്തേ വെക്കുള്ളൂ. ഒരു സാധനം എടുത്തേക്കുള്ളൂ അമ്മായി. പണിക്ക് പോവാണ്. സ്പ്രേ അടിച്ചിട്ടുണ്ടോ നേട്ടം പോലെ ഓഫീസിലേക്ക്. സ്പ്രേയിൽ കുളിക്കുക ചെയ്യുവരെ അച്ഛനും മക്കളും എല്ലാരും 2 അടി അടിച്ച് നിർത്തുമല്ലേ. കേട്ടാ ലൈറ്റ് എടുത്തിപ്പോയി. ഞാൻ വീഡിയോ പിടിക്കണമെന്ന് അറിയില്ല. വെള്ളം കുടിച്ച് മുന്നേറ്റം പോയി. അപ്പം നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞല്ലോ. നേരെ മുഖാമുഖം കണ്ടില്ലല്ലോ. എൻ്റെ കുഞ്ഞു മക്കളാട്ടോ. അപ്പം നമ്മൾ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ അടുക്കള ചെടി ഒരലവാടി നമ്മൾ ഇനിയും ചെടികളൊക്കെ വെക്കുന്നതായിരിക്കും. ഞങ്ങളെ പാത്രത്തിലൊന്നും നിൽക്കാൻ സ്ഥലമില്ല. അപ്പൊ നമ്മളെ അമ്മായി പിന്നെ ഇന്ന് ജ്യോതിന്റെ സുധാസേട്ടൻ മലയ്ക്ക് പോകണം. അപ്പൊ അവിടെ വന്ന് അമ്മായിന്റെ കാലഘട്ടത്തിൽ വെച്ച് അമ്മായിക്ക് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് പോയിട്ട് 9 മണിക്ക് പോകുന്നതാണ്. അപ്പൊ അമ്മായി അറിഞ്ഞു ഞാനൊന്ന് പോട്ടെ. അത് അമ്മായിക്ക് ദക്ഷിണ കൊടുത്തത്. എന്തായാലും അമ്മായി അങ്ങോട്ട് കൊടുത്തിട്ട് കാലോട്ടറിലൊക്കെ പോയതായിരിക്കും. കാലോട്ടറിലൊക്കെ കഴിഞ്ഞിരിക്കണം. വരുന്നുണ്ട്, വേഗം വന്നിട്ട് എവിടെയും പോയാൽ എവിടെയും നിൽക്കൂലട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളും അതെ. അപ്പൊ ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമ്മള് അമ്മായി വന്നു. നിങ്ങളും ഇങ്ങോട്ട് വരി. അമ്മായി പോയിട്ട് വന്നു. ഞാൻ വിചാരിച്ചു വീഡിയോ പോസ്റ്റ് ചെയ്തതാണെന്ന്.
നിങ്ങള് സീതാസേട്ടൻ എന്താ കൊടുത്തോ? കഴിഞ്ഞല്ലോ എനിക്ക് ദക്ഷിണ തന്നു പോയിക്ക് 100 റുപ്യ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഓന് അമ്മന്റെ നിറവേട്ടം വന്നേക്ക്. അപ്പൊ എന്റെ കൈ നട്ടുണ്ട് ജോലി മക്കളോട് എല്ലാ പണിയും കഴിഞ്ഞു. സീതാസേട്ടൻ ആദ്യമായിട്ട് പോകുന്നല്ലോ. ഇല്ല. അപ്പൊ ഞാൻ 200 ഇതാണ് ഞാൻ പറഞ്ഞില്ല. അമ്മായി പോയിട്ടുണ്ട് സീതാസേട്ടനെ കാണാൻ. അമ്മായിക്ക് 100 റുപ്യ എടുത്തപ്പോ അമ്മായി 200 റുപ്യ അവിടെ കൊടുത്ത് പോകുന്നത്. പിന്നെ സീതാസേട്ടൻ ദുബായി പോക്കാണെങ്കിൽ അമ്മായിനെ വിളിക്കട്ടോ. എന്ത് പുളിങ്കറി ഉണ്ടാക്കി കൊടുക്കാം അല്ലെ സാത്ര എടുത്ത പുളിങ്കറി ഉണ്ടാക്കി കൊടുക്കാൻ. അമ്മായി പുളിങ്കറി അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഞമ്മക്ക് ഇനി നമ്മളെന്നെ അവിടെ ഉണ്ടാക്കല്ലോ. അവിടെ ജോലിക്ക് എന്ത് വേണമെങ്കിലും ആദ്യം സാത്രത്തിനെ വിളിക്കുന്നു. ഇപ്പൊ അമ്മായി പോകലില്ല, വിളിക്കലില്ല. അങ്ങനെ അമ്മായി പോയി വന്ന് നമുക്ക് പുറത്തുനിന്നൊരു വേദന. നമ്മൾ ചോറ് കറിക്കായി ചോറ് കറി നമ്മൾ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും വറുത്തരച്ച കറി. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് തോനെ കോരി നമ്മള് കൊപ്പയിലാക്കി അവിടെ വെച്ചിട്ട് രാത്രി എന്റെ മോനെ ചപ്പാത്തി കൊടുക്കാം. ഇന്ന് നമ്മളെ കറി രാവിലെ തൊട്ട് ഉണ്ണേടഞ്ഞ് രാത്രി കൂട്ടില്ല കേട്ടോ, ഉച്ചയ്ക്ക് കൂട്ടില്ല. അപ്പൊ ഉണ്ണേടന്ന് നമുക്ക് നെയ്യും ചപ്പാത്തിയോ പിന്നെ കറിയൊന്നും ഉണ്ടാക്കൂലെന്ന്. വെറുതെ കറിയൊക്കെ ഉണ്ടാക്കി കളയാന്ന്. രാത്രി 4 മണി ഒന്നും കഴിക്കൂല. പിന്നെ അമ്മായി വൈകുന്നേരം എന്താ ചായക്ക് കാണാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ അമ്മായി അങ്ങനെ മേലെ പോയിക്കാളും. ഇന്നലെ നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കിയിട്ടൊന്നും അമ്മായി കഴിച്ചില്ല. അമ്മായിക്ക് വേണ്ടേ നിറഞ്ഞു പോയിക്കാണ്. പിന്നെ എന്താ പറയാ പോളുണ്ട്. ഇന്ന് ഇനി ഉണ്ടാക്കുമോ അറിയില്ല കേട്ടോ. എന്നും അയാൾ ചിക്കനും പറയൂല എന്നാലും. അപ്പൊ എന്റെ കുട്ടികളൊക്കെ സുഖമായിട്ട് പോയോ? ഹാപ്പി അല്ലേ? സന്തോഷല്ലേ? ഇതൊക്കെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊടണ സിന്ദൂരം ചന്ദനം ഒക്കെ അമ്പലത്തിൽ നിന്ന് തൊടണാണ്. പിന്നെ നമുക്കിന്ന് ഉണ്ണേട്ടൻ വർക്കിന് പോയി. അപ്പൊ നമുക്കൊന്ന് ഓടിപ്പോയി ഒന്ന് കഥ പറഞ്ഞ അവിടെ സേവ് ചെയ്തേക്കാൻ പറ്റുന്നില്ല. എന്റെ സ്റ്റോറേജ് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുക. ഒക്കെ ഡിലീറ്റ് ആക്കലുണ്ട്. എന്നാലും അങ്ങനെയൊക്കെയാണ്. പുണ്യേട്ടന്റെ ഫോൺ എന്റെ കയ്യിൽ തന്നെയാണ്. ഉണ്ണേട്ടൻ ഉണ്ടാവാറില്ല. എന്താ അറിയോ, മോള് ഇവിടെ വൈഫൈ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അച്ഛ വെക്കണ്ട അറിഞ്ഞു, വൈഫൈ ഒന്നും വെക്കണ്ട അറിഞ്ഞിട്ട്. അപ്പൊ അല്ല അച്ഛ പിന്നെ അമ്മന്റെ ഫോണിലേക്ക് ഒന്ന് പൈസ എത്തി കൊടുക്കണ്ട, അച്ഛന്റെ ഫോണിലും പൈസ എന്നാ വെച്ച മോളെ അച്ഛന് ലാഭല്ലേ. അങ്ങനെ നമ്മളെ ഫോണിൽ പൈസ തീർന്ന പാടന്ന എനിക്ക് 2 ദിവസം 1 ദിവസം നിന്നുള്ളൂ. എനിക്ക് എന്റെ മോനെ ഇടക്കിടക്ക് വിളിക്കണമെന്നേ. പിന്നെ വീഡിയോ കോൾ ഒന്ന് വിളിച്ചാൽ ചില നേരം കിട്ടൂല. അങ്ങനെ പിന്നെ വേഗം പൈസ ഇട്ടിട്ടാണ് എൻ്റെ കയ്യിൽ. ഉണ്ണേട്ടൻ എന്ത് ചെയ്തെന്ന് പറയാം, ഉണ്ണേട്ടൻ്റെ ഫോൺ അവിടെ വെച്ച് പൈസ തീർന്നപ്പോൾ കൊണ്ടുപോകല്ല. ഇവിടെ വന്നാൽ നെറ്റ് ഇട്ടല്ലോ, മൂപ്പർക്ക് തോണ്ടി തീർപ്പിക്കാം. മൂപ്പർക്ക് കുഞ്ഞു ഫോണുണ്ട്, അതിൽ പൈസ ഇട്ട് മൂപ്പര വർക്കിനൊക്കെ ആ ഫോൺ ഉപയോഗിക്കാം. അപ്പൊ ഇന്ന് എൻ്റെ കുഞ്ഞി ഉണ്ണേട്ടൻ്റെ പിശുക്കത്തിലൊക്കെയാണിത്. അങ്ങനെ ഈ വൈഫൈ വെച്ച് എന്നതിനെ കൊണ്ട് എന്ത് ഉപകാരം ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇടുമ്പോൾ വേഗം അപ്ലോഡ് ആവുന്നുണ്ടല്ലേ. 40 റുപ്യ വെച്ചിട്ട് എന്നും എൻ്റെ മോൻ നെറ്റ് എനിക്ക് കയറ്റി തരിക. എന്താ വെച്ചാൽ എൻ്റെ നെറ്റ് തീരും, അന്നത്തെ നെറ്റ് തീരും. പിന്നെ ഞാൻ വലിയ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേന് നെറ്റ് ഉണ്ടാവില്ല. അപ്പൊ നേരം അതൊക്കെ പറഞ്ഞപ്പോ ആണ് ഓള് പിന്നെ വീഡിയോ കോളും ചെയ്യാലോ. പിന്നെ ഓള് പറഞ്ഞ അമ്മ അത് ചെയ്താളി എന്നിട്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് കഥ. പിന്നെ പറഞ്ഞ എന്താ വെച്ചാല് അച്ഛ TV അതിൽ കിട്ടും. അപ്പൊ നമുക്ക് കേബിളിന്റെ പൈസയും കൊടുക്കണ്ട. അങ്ങനെയൊക്കെ വെക്കാം. മോള് പൈസ ചെലവാക്കാറുണ്ട് കാര്യമില്ല. പൈസ ഒന്നും ചെലവാക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ വൈഫൈ വെച്ച് ആദ്യം സ്റ്റാർട്ടിൽ ഓള് കൊടുക്കും, പിന്നെ തന്നെ കൊടുക്കേണ്ടി വരും. അതായിരിക്കും വേണ്ടിയിട്ട് പറയാം. അപ്പം ഓള് കൊടുക്കൂട്ടാ, ഓള് തരൊക്കെ ചെയ്യാം. അങ്ങനെ പിന്നെ TV കണക്ട് ആയില്ല കേട്ടോ. എന്നിട്ട് കേബിളിന്റെ പൈസ കയറുമ്പോ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ലിസ്ക് ഉന്തറണ്ടം വെച്ച വൈഫൈ ഒക്കെ വെച്ച എന്നിട്ടുണ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങള് ചെയ്യണത് അങ്ങോട്ട് ചെയ്താൽ എനിക്കിപ്പോ 40 ചിലപ്പോൾ ഉണ്ണേറിനോടും ഞാൻ പറഞ്ഞു കേട്ടോ 40 കയറ്റിന്റെ വീഡിയോ എനിക്ക് അപ്ലോഡ് ആയില്ല കേട്ടോ പറഞ്ഞാല് കയറ്റി തരുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കൊച്ചു വിശേഷം. നമ്മളെ വീഡിയോ ലെങ്ത് ആവും. നമ്മൾ ഇതൊക്കെ ക്ലീൻ ആക്കി ഇനി ഇവിടെ ഒന്ന് തട്ടി തുടക്കണം. ഇതന്നെ പണി, തട്ടി തുടയ്ക്കാൻ കൊല്ലത്തിൽ തുടയ്ക്കണ ഒരു അവസ്ഥ എന്തായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. എന്ത് തട്ടിത്തോടെ ഇത് നമുക്ക് എപ്പോഴും പരിപാടിയില്ല. അപ്പൊ എപ്പോഴും തട്ടി തുടയ്ക്കുന്ന പരിപാടിയാണ്. അങ്ങനെ നടുക്ക വേദന ഉണ്ട്. അപ്പൊ എന്റെ കുട്ടികളൊക്കെ പോയി വിചാരിക്കണേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ നിർത്തട്ടെ. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ സമാപ്തം. നമ്മളെ കുക്കിംഗ് വീഡിയോയില് എടുത്തും കൊണ്ട് രാവിലെ തന്നെയല്ലേ. അപ്പൊ നമുക്ക് വീഡിയോ ഓണാക്കി സംസാരിക്കാനൊന്നും പറ്റേറ്റല്ല. ഞാൻ അതൊക്കെ ശ്രമിക്കും. പക്ഷെ നമ്മളെ ഉണ്ണേട്ടൻ അവിടെ ഇരിക്കല്ലേ, വാർത്ത ഞാൻ സംസാരിക്കാൻ സ്പീഡ് വന്നിട്ട് വാർത്ത വയ്ക്കുക അതൊക്കെയാണ്. അപ്പൊ ബൈ. അപ്പൊ എല്ലാവർക്കും എന്റെ ചക്കരുമ്മ
പഞ്ചാരമ്മ